തൊട്ടടുത്ത് ജീവിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ, മഹാനായ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ. മഹാനായ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളുടെ ശിഷ്യഗണങ്ങളുടെ എണ്ണം ഒഴിഞ്ഞിരുന്നൊന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. അദ്ദേഹത്തിന്റെ പ്രായവും പഠിക്കാൻ തയ്യാറാവണം. അദ്ദേഹത്തിന്റെ പ്രായത്തിന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ എണ്ണം വെച്ചൊന്ന് ഹരിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിന് എത്ര ശിഷ്യന്മാർക്ക് ജന്മം നൽകാൻ അല്ലാഹു ഭാഗ്യം നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. ദൂരെ നിന്ന് മഹാനായ തങ്ങൾ അവരെ കുറിച്ച് അഭിപ്രായം പറയുന്നതിന് പകരം എന്തു ചെയ്തു ഞാനും നിങ്ങളുമെന്ന് മനസ്സിനോട് ചോദിച്ച് മഹാനായ തങ്ങൾ നമ്മുടെ കാലത്തിൽ ചെയ്തു വരുന്ന ദീനീ പ്രബോധനത്തിന്റെ വലിപ്പത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനൊരു കാര്യം എന്റെ സഹോദരനോട് പറയട്ടെ. മഹാനായ സയ്യിദ് തങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് സമയം അല്ലാഹുവിന്റെ ദീനീ പ്രബോധനത്തിന് വേണ്ടിയല്ലാതെ ഇന്ന് ചെലവഴിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നു, കേരളത്തിൽ ഒരുപാട് സയ്യിദന്മാരുണ്ട്. അല്ലാഹു എല്ലാവരും മഹാന്മാരാണ്, അവർ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. എന്നാൽ ആയിരക്കണക്കിന് ശിഷ്യന്മാർക്ക് എല്ലാ ദിവസവും ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് എല്ലാ ദിവസവും 10ഉം 15ഉം സദസ്സുകളിൽ പോയിരുന്ന് ഈ പ്രബോധനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന, അതോടൊപ്പം കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥാപനത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവഴിച്ചുകൊണ്ട് പാപങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മഹാരഥനായ ഒരു സയ്യിദ് മഹാനായ ഖലീൽ ബുഖാരി തങ്ങൾക്ക് പകരം നിൽക്കാൻ കേരളത്തിൽ താജുൽ ഉലമക്ക് ശേഷം മറ്റാരുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇതെന്റെ വകയായി പറയുന്നതല്ല. മഹാനായ കടലുണ്ടി തങ്ങൾ പാപ്പ അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. കുണ്ടൂർ ഉസ്താദ് ഏറ്റവും സ്നേഹിക്കുന്ന പണ്ഡിതനാണല്ലോ. മഹാനായ കടലുണ്ടി തങ്ങൾ പാപ്പ പലപ്പോഴും പറയാറുണ്ട്, ആ കുട്ടിയുടെ ഒരു ബർക്കത്ത്. എന്താണ് ബർക്കത്ത് എന്ന് പറയുന്നത്? ഒന്ന് ഇൽമുണ്ട്, അതന്നെ ഒന്നാമത്തെ ബർക്കത്ത്. 2 ഇൽമ പ്രബോധനം ചെയ്യാനുള്ള കഴിവും അവസരവും അല്ലാഹു നൽകിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ശിഷ്യന്മാരെ അല്ലാഹു കൊച്ചുനാളിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോഴും ദർസീ രംഗത്ത് ഉറച്ചു നിൽക്കാനുള്ള സമയം അല്ലാഹു നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളും സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുന്ന അഭിമാനകരമായ രംഗം നമ്മുടെ രാജ്യത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം, റിയാദിൽ അറസ്റ്റ് ചെയ്തല്ലോ മഹാനായ തങ്ങൾ അവർകളെ. ഇനി ഒരിക്കലും കേരളത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കരുതെന്ന് കരുതി മഹാനായ തങ്ങൾ അവരുടെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോയവർ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. മഹാനായ തങ്ങൾ ആ കാരാഗ്രഹത്തിൽ അടക്കപ്പെടുമെന്ന് കണ്ടപ്പോ ആവേശത്തോടെ പുഞ്ചിരിച്ചു നിന്നവരുടെ മുഖത്ത് നോക്കി കേരള സമൂഹം ലോകത്തിന്റെ മുന്നിൽ ഒരു ചിത്രം വരച്ചു വെച്ചു. എന്താണ് ആ ചിത്രം എന്നറിയുമോ? കേരളത്തിന്റെ കുഗ്രാമത്തിലെ 10,000-കണക്കിന് പാവപ്പെട്ട യതീമക്കളും ഉമ്മമാരും വിശുദ്ധമായ അല്ലാഹുവിന്റെ ഹബീബ് ജനിച്ച ദിവസങ്ങൾ നോക്കി അതാ നോമ്പനുഷ്ഠിക്കാൻ തുടങ്ങി. അന്ന് പരിശുദ്ധമായ കഅബ ശരീഫിന്റെ ചാരത്ത് 10,000-കണക്കിന് പാവപ്പെട്ട മുതഅല്ലിമീങ്ങളും സയ്യിദന്മാരും ആലിമീങ്ങളും സാധാരണക്കാരായ മുഅ്മിനീങ്ങളും വിശുദ്ധ കഅബ ശരീഫ് നിരന്തരമായി തവാഫ് ചെയ്യാൻ തുടങ്ങി. അഫ്ഗാനിലായ ആലിമീങ്ങളും സയ്യിദന്മാരും ഉൾക്കൊള്ളുന്ന കേരളത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളിൽ യതീമക്കൾ കൈയുയർത്താൻ വേണ്ടി തുടങ്ങി. എന്താ സംഭവിച്ചത്? ഞാനൊരു കാര്യം ഓർക്കുന്നു. മഞ്ചേരി പട്ടണത്തിൽ 10,000-ഓളം വരുന്ന ആലിമീങ്ങൾ സംഘടിച്ച പണ്ഡിത സഭ. ആ സഭയിൽ ബഹുമാനനായ കാന്തപുരം ഉസ്താദ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഉസ്താദ് ഒരു ഫോൺ അറ്റൻഡ് ചെയ്തു. ഫോൺ എടുത്തു കൊടുക്കുന്നത് പെൺമോൾ ഉസ്താദാണ്. 2 തവണ മാത്രമേ ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ദർസ് നടത്തുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഉസ്താദ് ഒരിക്കലും ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല. ആര് വിളിച്ചാലും അറ്റൻഡ് ചെയ്യാറില്ല. ദർസ് നടത്തുന്ന സഭയ്ക്കിൽ ഫോൺ എടുക്കില്ല, അതുപോലെ തന്നെ പ്രസംഗത്തിലും എടുക്കാറില്ല. ഈ ആലിമീങ്ങളോട് ഗഹനമായ വിഷയം ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് എന്താണ് ഫോൺ എടുക്കുന്നത്? എന്താണ് ഫോൺ എന്നറിയോ? ഇവർ വലിയ കഥയായിട്ട് കുറച്ച് മുത്തവ്വമാരെ പിടിച്ചു കൂട്ടി മഹാനായ തങ്ങളെ കൊണ്ടുപോയി, തങ്ങളെ പിടിച്ചു കാണിച്ചു കൊടുത്തിട്ട് കൊണ്ടുപോയിരുത്തി. ആ കൊണ്ടുപോയിരിക്കുന്ന സമയത്ത് അവരോടുള്ള ചോദ്യം, നിങ്ങൾ എന്തിനായി ഇവിടെ വന്നത്? എന്തിനാണ് നിങ്ങൾ ഭീകരവാദിയാണോ തീവ്രവാദിയാണോ? അങ്ങനെയാണല്ലോ ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട്. മഹാനായ തങ്ങൾ എന്താണ് മറുപടി പറയുക? തങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞു, അനത്തിൽമീദ് ഷെയ്ഖ് അബൂബക്കർ, ഞാൻ ഷെയ്ഖ് അബൂബക്കറിന്റെ കുട്ടിയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ ആളാണ് എന്ന് പറയുമ്പോ ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദ് എന്നാണ് മുത്തവ്വയുടെ ചോദ്യം. അതേ ഞാനെന്ന് മറുപടി പറയുമ്പോ ബഹുമാനപ്പെട്ട ആ മുത്തവ്വ ഉടനെ ചോദിച്ചു, ഷെയ്ഖ് അബൂബക്കർ എന്ന് പറയുന്നത് എന്റെ ഒരു ഗുരുവാണ്, അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കാറുണ്ട്, അദ്ദേഹത്തിന്റെ ശിഷ്യനാണോ നിങ്ങൾ? ഉടനെ വിളിക്കുകയാണ്
ഫോണാണ് അങ്ങ് ഗൾഫിൽ നിന്ന് ഉസ്താദിന്. ആ ഫോണാണ് ഉസ്താദ് അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കുട്ടി ഇവിടെയുണ്ട്, ചായ ഭംഗിയായി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സുഖമായി ഖുർആൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സ്വീകരിക്കുന്നുണ്ട്, വൈകാതെ അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കരുത് എന്ന് പറയുമ്പോ ആ സദസ്സിന്റെ മുന്നിൽ അത് തുറന്നു ഞങ്ങളൊക്കെ കേൾപ്പിച്ച് സന്തോഷപൂർവ്വം അവിടെ വെച്ച് സ്വലാത്ത് ചൊല്ലി തഹ്ലീൽ ചൊല്ലി തക്ബീർ ചൊല്ലി സ്വീകരിച്ച ആവേശകരമായ രംഗം ഞാൻ ഓർക്കുകയാണ്. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളുടെ പ്രാർത്ഥനാ സദസ്സ്, ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ആ പ്രാർത്ഥനാ സദസ്സിന്റെ മഹത്വം എത്രയാണ്. രോഗിയുടെ ശമനം നമുക്കെല്ലാവർക്കും അറിയാം. സംസാരശേഷി ഇല്ലാത്തവർക്ക് അല്ലാഹു സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കുന്നത് അറിയാം. പക്ഷെ അതിനേക്കാളൊക്കെ വലുതാണ് ഹിദായത്ത്. ഞാനെല്ലാം പറയട്ടെ, ഒരു സംസാരശേഷി ഇല്ലെങ്കിൽ എന്താണ് നഷ്ടപ്പെടാനുള്ളത്? മരണം വരെയുള്ള പ്രയാസമാണ്. അല്ലെങ്കിൽ കണ്ണില്ലാതെ പോയാൽ, കാലില്ലാതെ പോയാൽ എല്ലാം നമുക്ക് അവസാനിക്കും മരണത്തോടെ. ഹിദായത്തില്ലാതെ മരണപ്പെടേണ്ടി വന്നാൽ അവസാനിക്കാത്ത ശിക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഹിദായത്താണ്. എന്റെ നാട്ടിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരെ ഒരു മുഹമ്മദ് ക, അള്ളാഹു അദ്ദേഹത്തിന് മാഫിറത്ത് നൽകുമാറാവട്ടെ. അദ്ദേഹം ഒരു തവണ അതാ നേരെ വരികയാണ് മഅദിലേക്ക്. എന്തിനാ വരുന്നതെന്നറിയോ? ജീവിതത്തിൽ നിസ്കരിച്ചു നോക്കിയിട്ടില്ല. ഒരു യുക്തിവാദി കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. യുക്തിവാദിയായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ചെരുപ്പ് കാലിൽ ധരിക്കാറില്ല. അദ്ദേഹത്തിന്റെ തിയറി അതിനെതിരാണ്. വളരെ ലോലമായ വസ്ത്രങ്ങൾ മാത്രം ധരിച്ചുകൊണ്ട് നടന്നു ശീലിച്ച ആ മനുഷ്യൻ മഅദിലേക്ക് വന്നു. എന്തിനാ വരുന്നത്? അവിടെ ലക്ഷക്കണക്കായ ആളുകളെ ശാസ്ത്രീയമായി നിശ്ചിത സമയത്ത് നോമ്പ് തുറപ്പിക്കുന്നുണ്ട്. അത് സംഘടനാപരമായി വലിയ അവഗാഹമുള്ളൊരു പ്രവർത്തനമാണ്. അതുകൊണ്ട് ആ പ്രവർത്തനത്തെ നേരിട്ടൊന്ന് കണ്ട് അനുഭവിക്കണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം നേരെ മഅദിലേക്ക് വന്നത്. മഅദിൽ വന്നു നോക്കുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം. 5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് മുഴുവനും വിഭവങ്ങൾ അത് കൃത്യസമയത്ത് എല്ലാവരുടെയും കയ്യിലെത്തുന്നു. എല്ലാവരും കൃത്യസമയത്ത് നിസ്കാരം പോലും നഷ്ടപ്പെടാതെ ഭംഗിയായി ഭക്ഷണം കഴിക്കുന്നു. എല്ലാം കൃത്യമായി അവിടെ മുന്നോട്ട് പോകുന്നു. അദ്ദേഹം അത് കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ നിന്നു. കുറെ സമയം അവിടെ നിന്നപ്പോ അതാ പ്രാർത്ഥനയ്ക്ക് സമയമായി. ആ സമയമായപ്പോൾ അദ്ദേഹം അറിയാതെ കൈകൾ ഉയർന്നു. ആ ലക്ഷ്യങ്ങളുടെ സമക്ഷത്തിൽ വെച്ച് ആ കണ്ണുകൾ ഒഴുകാൻ തുടങ്ങി. മഹാനായ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളുടെ ഹൃദയം അറിഞ്ഞുള്ള പ്രാർത്ഥന മുന്നോട്ട് പോയപ്പോ അറിയാതെ ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണു. പിറ്റേന്ന് രാവിലെ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു വന്ന് സുബ്ഹ് നിസ്കരിക്കാൻ ആ നാട്ടുകാര് പള്ളിയിലെത്തിയപ്പോൾ മുഹമ്മദ് പള്ളിയുടെ 1-ാമത്തെ സഫിൽ ആളുകൾ ഇങ്ങനെ അത്ഭുതത്തോടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി ഞാൻ ഇനി ഒരിക്കലും എന്റെ ജീവിതം പാഴാക്കില്ല. കഴിഞ്ഞുപോയ ജീവിതമോ എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ഇനി ഒരു മുസ്ലിമായി ജീവിക്കുമെന്ന് വാക്കുകൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പള്ളിയിൽ വന്നത്. ലഹർ നിസ്കരിച്ചു, അസറും നിസ്കരിച്ചു, മഗ്രിബ് നിസ്കരിയും കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങുന്ന മുഹമ്മദ് അറ്റാക്കായി വീട് മരണപ്പെടുന്നു. അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ കൂട്ടുകാരെ, ദോഷങ്ങൾ ചെയ്ത മനുഷ്യൻ അള്ളാഹുവിനോട് വിതുമ്പിക്കറിഞ്ഞ് ശുദ്ധിയായതിന്റെ ശേഷം അന്ന് മരണപ്പെട്ടു പോയ ആ മനുഷ്യനേക്കാൾ ഭാഗ്യവാന്മാരായി ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ഹിദായത്ത് അല്ലാഹു നൽകുന്ന രൂപമാണ് ഈ കാണുന്നത്. എങ്ങനെയായി ഹിദായത്ത് ലഭിക്കുന്നത്? വോൾട്ടേജ് ഉള്ള ട്രാൻസ്ഫോമറിന്റെ അടുത്ത് പോയിട്ടാണ് അദ്ദേഹത്തിന്റെ പ്ലഗ് അദ്ദേഹം കൊണ്ടുവച്ചത്. അതുകൊണ്ട് തന്നെ ആ വോൾട്ടേജ് പ്രവഹിക്കുകയാണ്. ആ വോൾട്ടേജിൽ നിന്ന് ലഭിക്കുന്ന കറന്റാണ് യഥാർത്ഥത്തിൽ ഈ ഹിദായത്തിന്റെ പിന്നിൽ. 100 കണക്കിന് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല. എന്റെ സഹോദരി, ആ സഹോദരി ഗർഭിണിയായി 6-ാമത്തെ മാസമാണ്. ഡോക്ടർമാർ മുഴുവനും പറഞ്ഞു ജീവനില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പുറത്തെടുക്കണം. തങ്ങളടുത്തേക്ക് ഞാൻ പോയപ്പോ തങ്ങൾ പറഞ്ഞു ജീവനുണ്ട്, സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്യാൻ വേണ്ടി ചെന്നു. സ്കാൻ ചെയ്യുമ്പോൾ ജീവനുണ്ട്. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർക്ക് സംശയം തീർന്നില്ല. വീണ്ടും സ്കാൻ ചെയ്യണം. വീണ്ടും റിസൾട്ട് വരുന്ന ജീവനില്ല. ഞാൻ വീണ്ടും പോകുന്നു തങ്ങളടുത്തേക്ക്. തങ്ങൾ പറഞ്ഞു ജീവനുണ്ട്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 2 വയസ്സായ എന്റെ കുഞ്ഞുമോൻ ഇപ്പൊ സുഖമായി എന്റെ മുറ്റത്തിൽ